ഒരു മഹാനായ സ്വഹാബി വര്യൻ ഒരിക്കൽ യാത്രയിലാണ്. വലിയ ക്ഷീണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുസല്ലെടുത്തുകൊണ്ട് വിരിച്ച് കിടന്നുറങ്ങി. ഉറക്കത്തിൽ പെട്ടെന്ന് തബാറക സൂറത്ത് ഓതുന്നത് കേൾക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. സ്വപ്നം കാണുകയല്ല, യഥാർത്ഥത്തിൽ കേൾക്കുകയാണ്. ആരാ തബാറക ഓതുന്നത്? ഉറങ്ങിയ മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. ആരെയും കാണുന്നില്ല, ഓത്തിങ്ങനെ കേൾക്കുന്നു, ആരെയും കാണുന്നില്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക സൂറത്ത് വളരെ മനോഹരമായി തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്ത് ഇങ്ങനെ ഓതുന്ന രംഗം അദ്ദേഹം കേട്ടപ്പോൾ ആളെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ മുസല്ല നീക്കി നോക്കുമ്പോൾ അവിടെ ഒരു ഖബറാണ്. ഖബറാണെന്നറിയാതെ അതിന്റെ മുകളിൽ വിരിച്ചിട്ടാ മൂപ്പര് കിടന്നത്. യാത്രയിൽ വിരിപ്പ് മാറ്റി നോക്കും, ഖബറിന്റെ അടിയിൽ സൂറത്ത് തബാറക സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേൾക്കുന്നത്. ആ സൂറത്തുൽ മുൽക്ക് കേട്ടപ്പോ അദ്ദേഹം അവിടെ തന്നെ നിന്നു. സൂറത്തുൽ മുൽക്ക് ഓതി തീർന്നു. അവസാനത്തെ ആയത്ത് വരെ അദ്ദേഹം ശ്രദ്ധിച്ചു. അവസാനത്തെ ആയത്ത് വരെ തബാറക ഓതി അവസാനിച്ചു. അതിന്റെ ശേഷം അദ്ദേഹം അതാ റസൂലുള്ളാഹിന്റെ തിരുമുമ്പിലേക്ക് ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ആദരവായ നബിയെ, എന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താണ് ആ വലിയ സംഭവം? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ തബാറക കേട്ടു നബിയേ. തബാറക സൂറത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയെ, പൂർണ്ണമായിട്ടും കേട്ടു ഞാൻ. തബാറക പൂർണ്ണമായി ഓതി. ഇതിങ്ങോട്ട് കേട്ടപ്പോ പ്രവാചകരുടനെ തന്നെ പറയുകയാണ്, തബാറക സൂറത്ത് സൂറത്തുൽ മുൽക്ക് ഹുവൽ സൂറത്തുൽ മുൽക്ക് ഹിയൽ മുൻജിയതു ഹിയൽ മുജാദിലതു ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ മുൽക്ക് ഹിയൽ മുൻജിയതു, അത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന സൂറത്താണ്. സഹോദരന്മാരെ, സഹോദരികളെ, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ കിടക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ഖബർസ്ഥാനിലേക്ക് പകൽ സമയത്ത് പോലും ഒറ്റക്ക് പോവാൻ നമുക്ക് പേടിയാണ്. ഒറ്റക്ക് ശ്മശാന ഭൂമിയിലേക്ക് നടന്നു പോവാൻ നമുക്ക് ഭയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പകൽ സമയത്ത് പോലും എത്തി നോക്കാൻ ഭയപ്പെടുന്ന ശ്മശാന ഭൂമിയിൽ 6 അടി മണ്ണിനടിയിൽ ഒറ്റക്ക് കിടക്കേണ്ട ആണും പെണ്ണുമാണ് ഇരിക്കുന്നത്. ഒരാൾക്കും അതിൽ തർക്കമില്ല. ആ ഖബറിലെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? സഹാബത്ത് കരയുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമായിരുന്നു ഖബർ കണ്ടു കഴിഞ്ഞാൽ. അത്രയേറെ കരയും. ഒറ്റക്ക് കിടക്കേണ്ട ലോകം ആലോചിച്ചിട്ട് ആരംഭ റസൂല് പറയാണ്, ഖബർ ശിക്ഷയിൽ ഇത് രക്ഷിക്കാൻ കഴിവുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഹിയൽ മുൻജിയതു, അത് ഖബർ ശിക്ഷയിൽ ഇത് രക്ഷിക്കും. ഹിയൽ മുജാദിലതു, സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് തർക്കിക്കും. ആർക്ക് വേണ്ടി തർക്കിക്കും? പതിവായി ഓതുന്ന മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുന്നത് വരെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഇവനെ സ്വർഗത്തിലെത്തിക്കാതെ ഞാൻ അടങ്ങി നിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെത്തിക്കുന്നത് വരെ തബാറക സൂറത്ത് ഓരോ മനുഷ്യന് വേണ്ടി, അത് പതിവായി ഓതുന്ന മനുഷ്യന് വേണ്ടി തർക്കിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അങ്ങനെ സൂറത്തുൽ മുൽക്കിന്റെ തബാറകയുടെ മഹത്വം പറഞ്ഞിട്ട് അവസാനം പ്രവാചകന്റെ ഒരു ആഗ്രഹം പറയുന്നു. ഹബീബായ നബി പറയുന്നു, എനിക്കൊരു മോഹമുണ്ട്, ഒരു അഭിലാഷമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, ഹബീബായ നബിന്റെ മോഹം. വദിത്തു ലൗ കാന ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനായ മനുഷ്യന്റെ കൽബിലും തബാറക സൂറത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഓരോ മുസ്ലിമിന്റെ ഹൃദയത്തിലും തബാറക സൂറത്ത് മനപ്പാടമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ആശിച്ചു പോകുന്നു. നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ മോഹം പൂവണിയണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മളൊക്കെ വിചാരിക്കണം. നിങ്ങളൊക്കെ തബാറക സൂറത്ത് കാണാതെ പഠിച്ചാൽ 30 ആയത്ത് മാത്രമാണ്, വെറും 30 ആയത്ത്. ആ സൂറത്ത് എൻ്റെ ഉമ്മത്തിന്റെ കൽബിൽ മനപ്പാടമുണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഖബർ ശിക്ഷയിൽ നിന്ന് ഉമ്മത്ത് രക്ഷപ്പെടാൻ അതിയായി ആഗ്രഹിച്ച നബിയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തബാറക കാണാതെ പഠിക്കുക. വെറും 30 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് തോന്നാം. ഖബറിന് രക്ഷിക്കാൻ കരുത്തുള്ള സൂറത്താണ്. ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. തബാറകന്റെ പ്രത്യേകത ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന. അതാണ് സഹാബത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അല്പം ദുനിയാവിന്റെ സുഖം പോലും ആസ്വദിക്കാൻ അവർക്ക് മടിയായി. സ്വർഗം കിട്ടാൻ ഒരു വേദിയുണ്ടോ? ആ വേദി അവർ കളയില്ല.
ഈമാൻ അതാണ്. ഒരു ഹദ്ദാദിന്റെ മജ്ലിസ് കണ്ടാൽ എന്ത് തിരക്കുണ്ടെങ്കിലും ധൃതി കൂട്ടണ്ട, അല്പസമയം അവിടെ ഇരുന്നോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്ന് ഹദ്ദാദിൽ വലിയ വലിയ ദിക്റുകളാണ്. അതുപോലെ ഒരു സ്വലാത്തിന്റെ മജ്ലിസ് കണ്ടാൽ ഇത് റസൂലിന് പൊരുത്തപ്പെട്ട സദസ്സാണ്, സ്വഹാബത്ത് ഇഷ്ടപ്പെട്ട സദസ്സാണ്. അതുകൊണ്ട് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പ്രയാസം തോന്നണം, ഇത് അല്ലാഹ് പൊരുത്തപ്പെട്ട മജ്ലിസാണ്, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ നിന്ന് ധൃതി കൂട്ടി പോയത് കൊണ്ട് എനിക്ക് എന്താ വാരിക്കൂട്ടാനുള്ളത്. ഇങ്ങനെ ഏത് ഹൈറായ മജ്ലിസുകൾ കാണുമ്പോഴും, ഒരു ഇൽമിന്റെ മജ്ലിസ് കാണുമ്പോൾ, ഒരു വഅദിന്റെ മജ്ലിസ് കാണുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കട്ടെ, മുന്നിൽ തന്നെ പോയിരിക്കട്ടെ. കാരണം അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മജ്ലിസാണ്. ഇങ്ങനെ നന്മകളിലേക്ക് മുന്നേറുന്ന ഒരവസ്ഥയിലുള്ള മനസ്സ് നമുക്ക് വേണം. പിറകോട്ട് പോവരുത്. നല്ല കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് 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 പോവാനുള്ള മനസ്ഥിതി, അതാ ഈമാന്റെ അടയാളം.